ആൻസൺ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആൻസൺ ഡേ 2025 നടത്തി. പുളിയമല നെസ്റ്റ് ഗ്രീൻ ഹൗസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് വി ഗാർഡ് ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ഹെഡ് സീനിയർ വൈസ് പ്രസിഡന്റ് ദീപക് അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ആൻസൺ ചിറ്റ് ഫണ്ട്, ആൻസൺ ഗോൾഡ് ലോൺ എന്നീ സ്ഥാപനങ്ങളുടെ ജീവനക്കാർക്കായാണ് ആൻസൺ ഡേ 2025 സംഘടിപ്പിച്ചത്. പുളിയന്മല നെസ്റ്റ് ഗ്രീൻ ഹൗസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടി നടന്നത്. ആൻസൺ ഫിൻകോർപ്പ് മാനേജിംഗ് ഡയറക്ടർ റജി ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ഗാർഡ് ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ഹെഡ് സീനിയർ വൈസ് പ്രസിഡന്റ് ദീപക് അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ഒരു ആദ്യ കാലഘട്ടം, ഞാനിപ്പോൾ ബി ഗാർഡിൽ വന്നിട്ട് 23 വർഷമായി. അപ്പോൾ അന്ന് ഞങ്ങൾ ഏതാണ്ട് ഒരു 100 കോടിയായിരുന്നു. ഇതിപ്പോൾ 6000 കോടിയോട് അടുത്തുള്ളൊരു കമ്പനി. അപ്പോൾ അന്നത്തെ ഒരു ഫീലാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അതായത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, കേരളത്തിൽ ഒരു ചെറിയ കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, പതുക്കെ പതുക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു വിഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു 100 500 ആക്കാം, 500 1000 ആക്കാം, അങ്ങനെയുള്ള കുറേ തോട്ട് പ്രോസസ്സൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രദീപിൻ്റെ സംസാരത്തിലും കഴിഞ്ഞ 365 ദിവസത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 120%. റിജിയുടെ വിഷന് ഞാൻ കേട്ടു 2033 IPO ചെയ്യണം, 2027 he had some plans, milestones which is already planned. അതെല്ലാം എനിക്ക് തോന്നുന്നത് ഒരു റൈറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരു കമ്പനി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻസൺ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കെ ജെയിംസ്, മാനേജിംഗ് ഡയറക്ടർ സോണി മാത്യു, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ സെക്രട്ടറി ആർ സുരേഷ്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ജോമോൻ കെ ചാക്കോ, JVR ആൻഡ് അസോസിയേറ്റ്സ് ബിസിനസ് പാർട്ണർ CA അഗസ്റ്റിൻ ജോസ് എന്നിവർ സംസാരിച്ചു. ഈ ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ചേഞ്ചസ് നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ കൂട്ടത്തിലുള്ള നമ്മൾ ഓരോ അംഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു വർഷം പൂർത്തിയാണെങ്കിൽ നാളെ 364 ദിവസം. ഈ 364 ദിവസത്തിന് കുറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായി കൈവരിച്ച കുറെ നേട്ടങ്ങളുണ്ട്. ആൻസന്റെ തുടക്കകാലം തൊട്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളുടെ പ്രാധാന്യം മാനേജ്മെന്റ് മനസ്സിലാക്കുകയും അത് അന്ന് തൊട്ട് ഇന്ന് വരെ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ കൂട്ടായ്മകളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കൂട്ടായ്മയ്ക്കും നമ്മൾ വന്നു പോയി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും കൂടുതൽ അവയർനെസ്സുകൾ നമുക്ക് കിട്ടുവാനുള്ള സാഹചര്യമാണ് അവിടെ നമുക്ക് വരുന്നത്. ചടങ്ങിൽ ആൻസൺ ഗ്രൂപ്പ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സ്റ്റേറ്റ് ഹോൾഡേഴ്സ്, ജീവനക്കാർ ഉൾപ്പെടെ 800-ലധികം പേർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കട്ടപ്പന.